നിങ്ങളുടെ വെബ്സൈറ്റിൽ വന്ന് നോക്കുന്ന കസ്റ്റമേഴ്സ് ഒന്നും വാങ്ങാണ്ട് തിരിച്ചു പോകുന്നു, ഓർ നിങ്ങളുടെ വെബ്സൈറ്റ് വഴി ബിസിനസ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇന്ന് 2026 കോമ്പറ്റീഷൻ ഒരുപാടാണല്ലോ. ഒരു കസ്റ്റമറുടെ അറ്റൻഷൻ സ്പാൻ വെറും 3 സെക്കൻഡ് മാത്രമാണ്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അവരെ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ യു ആർ ലൂസിങ് മണി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻട്രി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാൻ സൽവ ഹാരിസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 മണി ലീക്കിംഗ് മിസ്റ്റേക്സ് ആണ്. അതായത് നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള ചില ചെറിയ തെറ്റുകൾ കാരണം എങ്ങനെയാണ് നിങ്ങളുടെ പൈസ നഷ്ടമാകുന്നത് എന്ന കാര്യം. ആൻഡ് ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്ത് കിട്ടാനുള്ള വഴിയും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണാം. സോ എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഇവിടെ നോക്കുന്നത് സാറയുടെ വെബ്സൈറ്റ് ആണ്. യെസ്, സാറ വലിയ ബ്രാൻഡ് ആണല്ലേ, പക്ഷെ അവർക്കും തെറ്റുപറ്റും. ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ വെബ്സൈറ്റ് കാണുമ്പോൾ ഭയങ്കര ലുക്കൊക്കെയാണ്, ഹൈ ഫാഷൻ ഫീൽ ഒക്കെയാണ്. പക്ഷെ എവിടെയാണ് ബട്ടൺ? ഒരു സാധാരണ കസ്റ്റമർ വന്നാൽ ഷോപ്പ് നൗ ബട്ടൺ കണ്ടുപിടിക്കാൻ തന്നെ നല്ല പണിയെടുക്കണം അല്ലേ. സോ മിസ്റ്റേക്ക് നമ്പർ 1, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള നാവിഗേഷൻ. കസ്റ്റമർ വന്നാൽ അവർക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് ഈസി ആയിട്ട് കിട്ടണല്ലേ. സാറയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ മെനു ഹിഡൻ ആണ്, ഇമേജസ് എല്ലാം ഓവർലാപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഡിസൈൻ നന്നായ മാത്രം പോരാ, അത് യൂസർ ഫ്രണ്ട്ലി ആവണം. കസ്റ്റമർ കൂടുതൽ കൺഫ്യൂസ് ആയാൽ അവർ ക്ലോസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് സ്പീഡാണ്. 2026 ആർക്കും വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല. നിങ്ങളുടെ സൈറ്റ് ലോഡ് ആവാൻ 3 സെക്കൻഡിൽ കൂടുതൽ എടുക്കുന്നുണ്ടോ എങ്കിൽ 40% ആൾക്കാർ അത് ക്ലോസ് ചെയ്ത് കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്ത് പോകാനാണ് ചാൻസ് കൂടുതൽ. ഹെവി ആയിട്ടുള്ള ഇമേജസും അൺവാണ്ടഡ് ആയിട്ടുള്ള കോഡ്സും ഇതൊക്കെ മാറ്റി സൈറ്റ് റോക്കറ്റ് പോലെ അങ്ങോട്ട് ഫാസ്റ്റ് ആക്കാനായിട്ട് നോക്കാം. സ്പീഡ് ഈക്വൽസ് മണി. ആൻഡ് മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, വേർ ഇസ് ദ കോൾ ടു ആക്ഷൻ? കുറെ ആൾക്കാരുടെ സൈഡിൽ നല്ല കണ്ടന്റ് എഴുതും, പക്ഷെ കസ്റ്റമറിന്റെ അടുത്ത് എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് പറയില്ല അല്ലെ. ബൈ നൗ, ബുക്ക് എ കോൾ, ഗെറ്റ് സ്റ്റാർട്ടഡ്, ഇങ്ങനത്തെ ബട്ടൺസ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പൊ ബോൾഡ് ആയിട്ടും ക്ലിയർ ആയിട്ടും കൊടുക്കാനായിട്ട് നമ്മൾ നോക്കണം. അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല, പക്ഷെ കസ്റ്റമറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടുന്ന രീതിയിലുള്ള കോൾ ടു ആക്ഷൻ ബട്ടൺസ് നമ്മൾ കൊടുക്കാം. ഇല്ലെങ്കിൽ അവർ വെറുതെ വായിച്ചിട്ട് പോവേ ഉള്ളൂ. ആൻഡ് നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മൊബൈൽ അൺഫ്രണ്ട്ലിനെസ് ആണ്. ഇപ്പൊ കൂടുതൽ ട്രാഫിക്കും വരുന്നത് മൊബൈൽ വഴിയാണ്. ചിലപ്പോൾ മൊബൈലിൽ ക്ലോസ് ബട്ടൺ ഒക്കെ നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ ടെക്സ്റ്റുകളൊന്നും വായിക്കാനായിട്ട് നമുക്ക് പറ്റില്ല, ഭയങ്കരമായിട്ട് സൂം ചെയ്ത് വായിക്കേണ്ട അവസ്ഥയൊക്കെ വരും. ഇത് കസ്റ്റമേഴ്സിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ മൊബൈൽ സ്മൂത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആവാനും ചാൻസ് ഉണ്ട്. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഫൈനലി മിസ്റ്റേക്ക് നമ്പർ 5, ട്രസ്റ്റ് ഇല്ലായ്മ. നിങ്ങളുടെ സൈറ്റിൽ നല്ല റിവ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ട്. 2026 ജനറിക് ആയിട്ടുള്ള ടെസ്റ്റിമോണിയൽസ്, അതായത് നമ്മളിപ്പോ ചുമ്മാ കാണില്ലേ ഗുഡ് പ്രോഡക്റ്റ് ബൈ രവി ഇങ്ങനെയൊക്കെ, അതൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. വീഡിയോ ടെസ്റ്റിമോണിയൽസോ അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് ഇന്ററാക്ഷനോ സൈറ്റിൽ കൊടുക്കാനായിട്ട് നോക്കണം. വിശ്വാസമില്ലാതെ ആരും തന്നെ ഒരു സാധനം ഓൺലൈനിൽ വാങ്ങില്ലല്ലേ. അപ്പൊ ഈ 5 മിസ്റ്റേക്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ടോ? ഉണ്ടെങ്കിൽ ഡോണ്ട് വരി, അത് ഫിക്സ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ സെയിൽസ് കൂട്ടാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ സൈറ്റിൽ എന്താണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ഇപ്പോൾ ഒരു ഫ്രീ വെബ്സൈറ്റ് ഓഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് അവിടെ എന്തെല്ലാമാണ് മണി ലീക്കിംഗ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ 2026 ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ഓഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.